നടനും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ഷിയാസ് കരീമിനെതിരെ ഗുരുതര ലൈംഗിക സാമ്പത്തിക ചൂഷണ പരാതിയുമായി യുവതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നുമാണ് യുവതിയുടെ പരാതി. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് യുവതി ഉയർത്തുന്നതെന്നും മുൻ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും ഷിയാസ് കരീം ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. പ്രണയം നടിച്ച് ഷിയാസ് കരീം തന്നെ സമീപിച്ചെന്നാണ് മലപ്പുറം സ്വദേശിയായ പരാതിക്കാരിയുടെ മൊഴി. സമൂഹമാധ്യമം വഴി തുടങ്ങിയ ബന്ധം പിന്നീട് ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് കടന്നു. തുടർന്ന് തന്നെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു. 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നുമാണ് യുവതിയുടെ പരാതി. തന്നെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും അശ്ലീല പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്നും പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. മാനസികമായ പീഡനം സഹിക്കാനാകാതെയാണ് പരാതി നൽകാൻ മുന്നോട്ട് വന്നതെന്ന് യുവതി പാലാരിവട്ടം പോലീസിനെ അറിയിച്ചു. ജിം പുതുക്കി പണിയാനെന്ന പേരിലാണ് തന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയത്. ജിമ്മിൽ പാർട്ണർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് ചതിച്ചെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരിയുടെ മകളെ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചതിലുള്ള പ്രതികാരമാണ് ആരോപണത്തിന് പിന്നിലെന്നും ഷിയാസ് കരീം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അത് ഇത്ര പ്രായമുള്ള അവരുടെ മകളും ഞാനും തമ്മിൽ 2-3 വയസ്സ് വ്യത്യാസമുള്ളൂ. 3-4 വയസ്സ് വ്യത്യാസമുള്ളൂ. അവരുടെ മകള് ഡോക്ടറും തോറ്റാണ്. എന്റെ ഉമ്മയുടെ പ്രായമുണ്ടോ ബേസിക്കലി. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഇത്രയാണ് കാര്യം. മകളെ വിവാഹം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിഷേധിച്ചതും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോൾ അതിനുള്ള പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഈ പരാതി കൊടുത്തതെന്നാണ് താങ്കൾ പറയുന്നത്. ഇൻസ്റ്റഗ്രാം ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പോലീസിന് മുന്നിൽ യുവതി ഹാജരാക്കിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.